കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ് കിട്ടിയിരിക്കുകയാണ്. ഒറ്റ ഒരുത്തനെയും മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചിരിക്കരുത്, പണിയെടുത്തോണം ഇറങ്ങി. കാരണം കോൺഗ്രസ്സിലെ ഒരു പടയാണ് മുഖ്യമന്ത്രി കുപ്പായവും തയ്ച്ചങ്ങനെ ഇരിക്കുന്നത്. നോക്കിയേ, ചെന്നിത്തല നായർ, വി ഡി സതീശന്, ശശി തരൂര്, അതുകൂടാഞ്ഞിട്ട് കെ സുധാകരന്, ഇനി കെ മുരളീധരൻ എന്താ കുഴപ്പം? അടൂർ പ്രകാശൻ എന്താ കുഴപ്പം? കോൺഗ്രസിലെ ഏത് പെട്ടിയെടുപ്പുകാരനും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. അവരങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് എന്ന്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് വടംവലിയാണ്. ഇതിനിടയ്ക്ക് വേറൊരു രസം കൂടി നമ്മൾ നോക്കണം. LDF ഘടകകക്ഷികൾക്ക് മുഴുവൻ പിണറായി വിജയൻ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, നമ്മൾ 3-ാം വട്ടവും അധികാരത്തിൽ വരും എന്ന്. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ഇത് ഘടകകക്ഷികൾക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് 3-ാം വട്ടവും അധികാരത്തിൽ വരും എന്ന്. അപ്പം ഈ കോൺഗ്രസ്സുകാരെന്ത് ചെയ്യും? ഈ കുപ്പായവും തയ്ച്ച് ഇങ്ങനെ ഇരിക്കുന്നവന്മാർ വായും കഴുകി ഇരിക്കുകയാണ്. അതിൻ്റെ വയറ് നിറയെ നല്ല രുചിയോടുകൂടി കഴിക്കാമെന്നും പറഞ്ഞു കിഴക്കോട്ട് നോക്കി കോപി തൊടേണ്ടി വരും. അതായിരിക്കും. അപ്പം 3-ാം വട്ടവും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാം. അപ്പം ഇപ്പം മുസ്ലിം ലീഗ് തന്നെ ഇവരുടെ ഈ കലഹം കണ്ടിട്ടാണ് ഹൈക്കമാൻഡിനെ വിവരം ധരിപ്പിച്ചു. ഇത് പോക്ക് നല്ലതല്ല, ഉള്ള സീറ്റും കൂടി കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ലീഗ് പറഞ്ഞ ഹൈക്കമാൻഡ് ഉടൻ കേൾക്കും കേട്ടോ. അത് പാണക്കാട് സാദിഖലിയോ മുസ്ലിം ലീഗ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ അവരക്ഷരം പ്രതി അനുസരിക്കും. ഒരു സമയത്ത്, അതായത് പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് അഹങ്കാരത്തിൻ്റെ പാരമ്യത്തിലെത്തി കോൺഗ്രസ്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും ഞങ്ങൾ കോൺഗ്രസ്സുകാര്, കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു, ഇനി മാസങ്ങൾ മാത്രം എന്നുള്ള രീതിയിലായി. ദാ കിടക്കുന്നു നമ്മുടെ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഒരു ഇടിത്തി പോലൊരു സംഭവം അങ്ങ് ഇട്ടുകൊടുത്തു. തീർന്നില്ലേ? എന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് ഈ കോൺഗ്രസ്സുകാർക്ക് ഇല്ലാതായിപ്പോയി. CPM നിരനിരയായി ഇങ്ങനെ നിൽക്കുകയാണ്, നിരനിരയായിട്ട് നിൽക്കുകയാണ്. അവരുടെ നേരെ വിരൽ ചൂണ്ടി അക്കമിട്ട് പറയാൻ ഈ കോൺഗ്രസിലെ ഒരുത്തന് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കതറുമിട്ട് പെരിപ്പിച്ച് അമൂൽ ബേബികളെ പോലെ ഇങ്ങനെ നടക്കും, മസിൽ പെരിപ്പിച്ച് നടക്കും. കതറിടുന്ന അതിനൊന്നും ഒരു ഉളുപ്പും ഇല്ലാതാണെന്നേ. എന്നാൽ നേരെ വിരൽ ചൂണ്ടി പറയുന്നുണ്ടോ? ഇവരുടെ ഭാഗത്തുമുണ്ട് വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും, അതിനുശേഷമാണല്ലോ മാങ്കൂട്ടത്തിൽ വന്നത്. അപ്പുറത്തുമുണ്ട് P ശശിയും PK ശശിയും നടൻ മുകേഷും. ആ മുകേഷ് തന്നെ മതിയല്ലോ, വേറൊന്നും വേണ്ട. അതാണല്ലോ അവരുടെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ വായ് മൂടിക്കെട്ടാമായിരുന്നു. അതിനു പകരം മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു, സഭയിൽ കണ്ടുപോകരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് VD സതീശൻ വിരട്ടാൻ തുടങ്ങുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ അധികാരത്തിൽ വരണമെന്നുണ്ട്, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ലീഗ് ഹൈക്കമാൻഡിനെ വിവരം ധരിപ്പിച്ചത്. അപ്പോൾ ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് ഇറങ്ങി പ്രവർത്തിച്ചോളുക. ഇനി ചെന്നിത്തല നായരാണോ സതീശൻ നായരാണോ മുഖ്യമന്ത്രിയാകുന്നത് എന്നിപ്പോൾ അറിയണ്ട. സംഘടിതമായി നയിക്കട്ടെ എന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ സംഘടിതമായി നയിക്കട്ടെ എന്നുള്ള ഒരു രീതി 2021 അവർ കൈക്കൊണ്ടു എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഏതെങ്കിലും ഒരാളെ മുന്നിൽ നിർത്താൻ പറ്റത്തില്ല. മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ കുതികാൽ വെട്ടും, പാരവെപ്പും എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ്. എങ്ങനെ ആ ആളിനെ തോൽപ്പിക്കാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് അത്തരത്തിൽ വേണ്ട, ഒരാളെ മുന്നിൽ നിർത്തുന്നില്ല. ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് സമയമാകുമ്പോൾ ഞങ്ങൾ തീർച്ചപ്പെടുത്തും. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊടിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചിരിക്കുന്ന KC വേണുഗോപാൽ.
കെ.സി. വേണുഗോപാലിന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ചെക്കൻ ഇങ്ങോട്ട് കെട്ടിയിറക്കും. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി 26-ൽ അധികാരം കിട്ടുമെങ്കിൽ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ പഴയ പടിയിലിരിക്കാം. പഴയ പടി തുടരുമെന്ന് തോന്നുന്നില്ല. കാരണം ലീഗ് കളഞ്ഞിട്ട് പോകും. ഇവരുമായിട്ടുള്ള സംബന്ധം ഇനിയും തുടരത്തില്ല. കാരണം ഗുണം പിടിക്കാത്ത ഒന്നായി മാറി തീർന്നു കോൺഗ്രസ്. മുസ്ലിം ലീഗ് പോയാൽ പിന്നെ മറ്റ് ഘടകകക്ഷികൾ എന്ത് ചെയ്യും? അവരും പോകും. ഒന്നുകിൽ LDF അല്ലെങ്കിൽ BJP നയിക്കുന്ന NDAയിലേക്ക് പോകും. അപ്പോൾ സംഘടിതമായി നയിക്കട്ടെ എന്ന് പറയുമ്പോൾ ആരെയും ഉയർത്തിക്കാട്ടാതെയാണ് പോകുന്നത്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കില്ല എന്ന് എന്താ ഉറപ്പ്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ ശശി തരൂരിനെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഈ പ്രചാരണ സമിതിയുടെ ചെയർമാനാക്കിയിരിക്കുകയാണ്. അപ്പോൾ ശശി തരൂരിനെ ഒരു 6 മാസമായിട്ട് കേരളത്തിലോട്ട് കാലുകുത്തിക്കാതിരിക്കുകയായിരുന്നു. പല രീതിയിലും നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്നു, പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ വാഴ്ത്തുന്നു. അദ്ദേഹം രാജ്യസ്നേഹമാണ് കാണിച്ചത്, അല്ലാതെ രാജ്യവിരുദ്ധമായിട്ട് രാഹുൽ ഗാന്ധിയെ പോലെ പ്രവർത്തിക്കുകയല്ല ചെയ്തത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് കാലുകുത്തിപ്പോയകരുതെന്നാണ് മുരളീധരൻ ഇടയ്ക്ക് ശശി തരൂരിനോട് പറഞ്ഞത്. മുരളീധരൻ വിചാരിച്ച് ശശി തരൂർ BJPയിലോട്ടെങ്ങാനും പോകും, തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും, അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് കെ മുരളീധരൻ മത്സരിക്കണം എന്നൊക്കെയായിരുന്നു കണക്കുകൂട്ടൽ. അപ്പോൾ BJPയെ ഒന്ന് തോൽപ്പിക്കുകയും ചെയ്യാം എന്നൊക്കെ കരുതിയതാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഈ പോക്കിനകത്ത് അതൃപ്തരായത് കൊണ്ട് തന്നെയാണ് ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പ്രിയങ്ക ഗാന്ധിയെ എന്തുകൊണ്ട് ഇറക്കിക്കൂടാ എന്ന് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ പത്രങ്ങളൊക്കെ എഴുതിയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അതേ പ്രതിരൂപം ഇന്ദിരാഗാന്ധിക്കായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ അങ്ങ് രോമാഞ്ചം കൊണ്ട് നടക്കുകയായിരുന്നു. ഈ വയനാട്ടിൽ പിന്നെ ആര് മത്സരിച്ചിട്ട് പ്രിയങ്ക നോമിനേഷൻ കൊടുത്തിട്ട് അങ്ങ് പോയിരിക്കുകയല്ലായിരുന്നു. അവിടെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസ്സിലെ. അതിപ്പോൾ CPM-നും ഇല്ലേ, അവരുടെ ചില കോട്ടകളിൽ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കും. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കി വിട്ടാൽ എന്താ കുഴപ്പം? അതോടുകൂടി കോൺഗ്രസ്സുകാരന്മാരുടെ മുഴുവൻ വായടയും. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന അതാണ്. ഈ ശശി തരൂരിനെ നയിക്കാൻ വേണ്ടി ഇറക്കുന്നുണ്ട്. തരൂർ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. ഈ പറഞ്ഞവരെക്കാളെല്ലാം മുൻപിൽ നിൽക്കുന്ന ആള് തരൂരാണ്. തരൂരിനപ്പുറത്തേക്ക് വേറൊരാളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഹൈ പ്രൊഫൈൽ, അക്കാഡമിക്കലിയും വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയാണ് തരൂര്. അപ്പോൾ ആ തരൂര് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. ഇപ്പോൾ ഹൈക്കമാൻഡ് ഇങ്ങോട്ട് വിടാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് മനസ്സിലായി ഈ ശശി തരൂര് രാഹുൽ ഗാന്ധിയുടെ നേരെ വരെ വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരൻ സംസാരിക്കൂ. അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് നിങ്ങൾ രാഷ്ട്രീയവും ചരിത്രവും പഠിക്കണമെന്നാണ് പറഞ്ഞത്. ഈ 2 കാര്യങ്ങളിൽ ഒരു പുണ്ണാക്ക് പോലും രാഹുൽ ഗാന്ധിക്ക് അറിയത്തില്ല. അതുകൊണ്ട് പോയി പഠിക്കുക. ഇദ്ദേഹത്തിൻ്റെ വിചാരം രാഹുൽ ഗാന്ധിയുടെ തൻ്റെ മുതുമുത്തച്ഛൻ ഇരുന്ന കസേരയിൽ അങ്ങനെ കയറിയിരിക്കാം, അതിലൂടെ രാജ്യം മുഴുവൻ നമിക്കും എന്നാണ് കരുതിയത്. ഭാവി പ്രധാനമന്ത്രി എന്നുള്ള പദവിയിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴും, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി അവരെ ഇറക്കി നോക്കൂ. ശശി തരൂരിനെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഇവർ കോൺഗ്രസിനെ നയിക്കട്ടെ. ഇതിനകത്ത് എന്തെങ്കിലും ഇവർക്ക് നേട്ടം ഉണ്ടാകും. LDFനെ സംബന്ധിച്ചിടത്തോളം ഓർക്കണം, പിണറായി വിജയൻ സഖ്യ ഘടകകക്ഷികൾക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്, ആ ഉറപ്പ് പിണറായി വിജയനാണ് കൊടുത്തിരിക്കുന്ന ഉറപ്പ്. അക്കാര്യത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പിണറായി വിജയൻ പറയുന്നതൊന്നും വെറുമ്പാക്ക് പറയത്തില്ല കേട്ടോ. പറയുന്നത് കാര്യം, അത് ബോൾഡായിരിക്കും, അത് മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ആ പറച്ചിൽ നിസാരമാക്കി കളയേണ്ട.
കോൺഗ്രസ്സുകാർ സൂക്ഷിക്കണം. അപ്പോൾ ഒന്നുകിൽ രാഹുൽ ശശി തരൂരും പ്രിയങ്ക ഗാന്ധിയും കൂടി കേരളത്തെ നയിക്കട്ടെ, മുഖ്യമന്ത്രിയുമാകട്ടെ പ്രിയങ്ക ഗാന്ധി, വലിയ മാറ്റം സംഭവിക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിലും കേരളം ഒരു പച്ചത്തുരുത്തായിട്ട് കോൺഗ്രസിന് പിടിച്ചു നിർത്താൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.